ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഹ്യൂമൻ ഹെൽത്ത്? നമ്മൾ സിംപ്ലി പറയുവാണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഡിസീസ് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് ഫിറ്റ്നസ്സോടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. എങ്കിൽ എന്തായിരിക്കാം ഡിസീസ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിലെ നോർമൽ ഫങ്ഷനിങ്ങിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഡിസീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഫെക്റ്റിയസ് ഡിസീസും നോൺ ഇൻഫെക്റ്റിയസ് ഡിസീസും. ഇൻഫെക്റ്റിയസ് ഡിസീസ് എന്താണ്? ട്രാൻസ്മിറ്റഡ് ഫ്രോം ഓൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് ഇൻഫെക്റ്റിയസ് ഡിസീസ്. നോൺ ഇൻഫെക്റ്റിയസ് എന്തായിരിക്കും? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്തതായിരിക്കും, അതായത് നോട്ട് ട്രാൻസ്മിറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള ഈ ഡിസീസിനെ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തോജൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബാക്ടീരിയ, വൈറസ്, ഫഞ്ചൈ, പ്രോട്ടോസോവൻ, ഹെൽമിന്തസ് എക്സെട്ര. ഇനി നമ്മൾ ഈ ഓരോ പാത്തോജനും കോസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസീസസുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബാക്ടീരിയൽ ഡിസീസസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ടൈഫോയിഡ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ടൈഫോയിഡിനെ പറ്റി? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ടൈഫോയിഡ് പരത്തുന്ന പാത്തോജൻ എന്ന് പറയുന്നത് സാൽമോണല്ല ടൈഫി. ഇതൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ടൈഫോയിഡ് പരത്തുന്ന പാത്തോജൻ സാൽമോണല്ല ടൈഫി. ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? ത്രൂ കോണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ടാണ് എത്തുന്നത് ആദ്യം, ഈ കോണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും വഴി. പിന്നീട് ഇത് എന്താ ചെയ്യുന്നത്? ഇറ്റ് മൈഗ്രേറ്റ് ടു അതർ ഓർഗൻസ് ത്രൂ ബ്ലഡ്. ഓർഗൻസ് ആണ് കേട്ടോ, അവിടെ ഓർഗാനിസം അല്ല, ഓർഗൻസ് ആണേ. ഇറ്റ് മൈഗ്രേറ്റ് ടു അതർ ഓർഗൻസ് ത്രൂ ബ്ലഡ്. ബ്ലഡ് വഴി നമ്മുടെ പല ഓർഗൻസിലോട്ടും ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു ടൈഫോയിഡ് എന്ന് പറഞ്ഞ ഡിസീസ് വരുമ്പോൾ എന്തൊക്കെയായിരിക്കാം സിംറ്റംസ്? സസ്റ്റൈൻഡ് ഹൈ ഫീവർ, ഹെഡേക്ക്, വീക്ക്നെസ്, സ്റ്റൊമക്ക് പെയിൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് തുടങ്ങിയതാണ് ഇതിൻ്റെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ. ഈ സിവിയർ കേസിലാണ് ഡെത്ത്, ഇൻറ്റസ്റ്റൈനൽ പെർഫോറേഷനും ഡെത്തും ഉണ്ടാവുന്നത്. ടൈഫോയിഡ് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം. വൈഡൽ ടെസ്റ്റ്, ടൈഫോയിഡ് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് കൺഫേം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. മേരി മലൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിയപ്പെടുന്നത് ടൈഫോയിഡ് മേരി എന്നാണ്. ഈ ഒരു മേരി മലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കുക്കായിരുന്നു. ഈ വ്യക്തി ഒരു കാരിയറായിരുന്നു. ഈ വ്യക്തി എന്താണ്, കുറേ ആൾക്കാർക്ക് ഈ ഒരു രോഗം ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മേരി മെലൻ ടൈഫോയിഡ് മേരി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസസ് ആണ് ന്യൂമോണിയ. ന്യൂമോണിയ പരത്തുന്ന പാത്തോജൻ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. രണ്ട് പാത്തോജനാണ്. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഈ പാത്തോജൻ എവിടെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇൻഫെക്റ്റ് ആൽവിയോളൈ ഓഫ് ലങ്സ്. ലങ്സിലെ ആൽവിയോളയിലാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ആൽവിയോളയ്ക്ക് എന്ത് സംഭവിക്കും? ആൽവിയോളൈ ഗെറ്റ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ലീഡിങ് ടു സിവിയർ പ്രോബ്ലംസ് ഇൻ റെസ്പിറേഷൻ. നമ്മുടെ ലങ്സിലെ ആൽവിയോളൈ ഫ്ലൂയിഡ് കൊണ്ട് ഫില്ലായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നു. ന്യൂമോണിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഫീവർ, ചിൽസ്, കഫ്, ഹെഡേക്ക് തുടങ്ങിയവയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇത് സിവിയർ കേസിൽ വരുമ്പോൾ നമ്മുടെ ലിപ്സും ഫിംഗറും ഒക്കെ ഗ്രേയിൽ നിന്ന് ബ്ലൂയിഷ് കളറിലോട്ട് ടേൺ ചെയ്യുന്നു. ഒരു ഡിസീസ് പകരുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തു വരുന്ന ഡ്രോപ്ലെറ്റ്സ് ഒരു ഹെൽത്തി പേഴ്സൻ്റെ ഉള്ളിലോട്ട് കടന്നാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഇത്രയുമാണ് ന്യൂമോണിയയെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസ് പോയിൻ്റ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു പോയിൻ്റ്, ഇത് പരത്തുന്ന പാത്തോജൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയാണ്. ഇനി നമ്മൾ അറിഞ്ഞു വെച്ചേക്കേണ്ട അതർ ബാക്ടീരിയൽ ഡിസീസസ് ആണ് ഡിസെൻറ്ററി, പ്ലേഗ്, ഡിഫ്തീരിയ തുടങ്ങിയ ബാക്ടീരിയൽ ഡിസീസസ്.
അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറൽ ഡിസീസസ് ആണ്. ഈ വൈറൽ ഡിസീസിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ആണ് കോമൺ കോൾഡ്. അറിയാം, സാധാരണ ജലദോഷം അല്ലേ. ഇത് പരത്തുന്ന പാത്തോജൻ ഏതാണ്? റൈനോ വൈറസ്. ഇത് എവിടെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്? നോസിനെയും റെസ്പിറേറ്ററി പാസേജിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലങ്സിനെ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഇൻഫെക്ട്സ് നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ബട്ട് നോട്ട് ലങ്സ്. ലങ്സിനെ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ ന്യൂമോണിയയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തോട്ട് വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഇതൊരു ഹെൽത്തി പേഴ്സണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊതുവായ സിംറ്റംസ് എന്ന് പറയുന്നത് നേസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ്, സോർ ത്രോട്ട്, കഫ്, ഹെഡേക്ക്, ടയർഡ്നെസ് തുടങ്ങിയവയാണ്. നെക്സ്റ്റ് പ്രോട്ടോസോവൻ ഡിസീസസ്. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അമീബിയാസിസ് അഥവാ അമീബിക് ഡീസെൻറ്ററി. ഇതിൻ്റെ മറ്റൊരു പേരാണ് അമീബിക് ഡീസെൻട്രി. അമീബിയാസിസ് പരത്തുന്ന പാത്തോജൻ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇതിൻ്റെ സിംറ്റംസ് എന്താണ്? കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ, ക്രാംസ്, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. ഇതിൻ്റെ കാരിയർ എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈ ആണ്. ഹൗസ് ഫ്ലൈ വഴിയാണ് ഈ രോഗം മനുഷ്യനിലേക്ക് പകരുന്നത്. നെക്സ്റ്റ് ഡിസീസ് മലേറിയ. മലേറിയ പരത്തുന്ന പാത്തോജൻ പ്ലാസ്മോഡിയം ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ട് ഈ മലേറിയ. പലതരത്തിലുള്ള മലേറിയ പരത്തുന്നത് പല ടൈപ്പിലുള്ള പാത്തോജൻസ് ആണ്. എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയെ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പറം. പ്ലാസ്മോഡിയം ഫാൽസിപ്പറമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാത്തോജൻ. ഇവിടെ നിങ്ങൾ കാണുന്നത് പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളാണ്. 2 ഹോസ്റ്റസ് വഴിയാണ് ഈ ഒരു രോഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൺ ആയിരിക്കും, മറ്റൊരു ഹോസ്റ്റ് മൊസ്കിറ്റോ ആയിരിക്കും. ഇത് ഹ്യൂമൻ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത് സ്പോറോസോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്റ്റിയസ് ഫോം വഴിയാണ്. ത്രോ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ ബൈറ്റ് വഴി എന്താണ് സ്പോറോസോയിഡ്സ് എന്ന് പറയുന്ന ഇൻഫെക്റ്റിയസ് ഫോമിലാണ് ഈ ഒരു പാത്തോജൻ നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ബോഡിക്കുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ പാരസൈറ്റ് എന്താ ചെയ്യുന്നത്? ലിവർ സെല്ലിനകത്ത് വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് ഇത് റെഡ് ബ്ലഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? RBC റപ്ചർ ആവും. ഈ ടൈമിൽ ബോഡിക്കകത്ത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീമോസോയിൻ എന്നാണ് ആ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പേര്. ഇതാണ് ഈ ടോക്സിക് സബ്സ്റ്റൻസ് ആയ ഹീമോസോയിനാണ് നമ്മുടെ സിംറ്റംസ് ആയ ചിൽസും ഫേവറും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ മാത്രമല്ല ഹോസ്റ്റ്, മൊസ്കിറ്റോയും ഒരു ഹോസ്റ്റ് ആണെന്ന്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ പാരസൈറ്റ് മൊസ്കിറ്റോയുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഏതു രൂപത്തിൽ? നേരത്തെ പറഞ്ഞ പോലെ സ്പോറോസോയിഡ്സിൻ്റെ രൂപത്തിലാണ്. അതൊരു ഇൻഫെക്റ്റിയസ് ഫോമാണ്. ആ രൂപത്തിൽ ഈ പാരസൈറ്റ് ബോഡിക്കുള്ളിലേക്ക് കടന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് ഇത് സലൈവറി ഗ്ലാൻഡിനകത്ത് സ്റ്റോർ ചെയ്യുന്നു ഈ സ്പോറോസോയിഡ്സ്. പിന്നീട് ഈ മൊസ്കിറ്റോ വേറൊരു ഹ്യൂമണെ ബൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്പോറോസോയിഡ്സ് ആ ഒരു വ്യക്തിയുടെ ബോഡിക്കകത്ത് എൻ്റർ ആവുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ലൈഫ് സൈക്കിൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവാനായിട്ട് 2 ഹോസ്റ്റ് ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? ഹ്യൂമണും മൊസ്കിറ്റോസും. ഈ ഒരു രോഗകാരി എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ഇത് ബോഡിക്കകത്ത് എൻ്റർ ചെയ്യുന്നത് ഏതു രൂപത്തിലാണ്? ഇൻഫെക്റ്റിയസ് ഫോമായ സ്പോറോസോയിഡ്സിൻ്റെ രൂപത്തിലാണ്. പിന്നെ റിമെമ്പർ ചെയ്യാനുള്ള വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസ്. ബോഡിക്കകത്ത് ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സബ്സ്റ്റൻസിൻ്റെ പേരെന്താണ്? ഹീമോസോയിൻ. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു ഡിസീസസ് ആണ് അസ്കാരിയാസിസ്. ഇതൊരു പ്രോട്ടോസോവൻ ഡിസീസ് അല്ല കേട്ടോ. അസ്കാരിയാസിസ് പ്രോട്ടോസോവൻ ഡിസീസ് അല്ല. ഇതൊരു ഹെൽമിന്തസ് പരത്തുന്ന രോഗമാണ്. അസ്കാരിയാസിസ് പരത്തുന്ന മെയിൻ പാത്തോജൻ എന്ന് പറയുന്നത് അസ്കാരിയാസ് ആണ്. ഇതിനെ നമ്മൾ കോമൺ റൗണ്ട് വേം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അസ്കാരിയാസിൻ്റെ മറ്റൊരു പേര് കോമൺ റൗണ്ട് വേം. അസ്കാരിസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ് ആണ് കേട്ടോ. ഈ അസ്കാരിയാസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ് തുടങ്ങിയവയാണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഫീസസിനകത്തുള്ള പാരസൈറ്റിൻ്റെ എഗ്ഗ് മുഖേനയാണ് ഈ ഒരു രോഗം മറ്റൊരാളിലോട്ട്
പകരുന്നത്. അത് വാട്ടർ വഴിയാവാം, വെജിറ്റബിൾസ് വഴി ആയിരിക്കാം, ഫ്രൂട്ട്സ് വഴിയായിരിക്കാം, അങ്ങനെ പല രീതി, അല്ലെങ്കിൽ സോയിൽ വഴിയൊക്കെ ആയിരിക്കാം ഇത് പകരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡിസീസാണ് എലിഫൻറ്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. ഇത് പരത്തുന്ന പാത്തോജൻ എന്ന് പറയുന്നത് ഉച്ചരേറിയ എന്നുള്ള ഒരു പാത്തോജനാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസാണ് ഉച്ചരേറിയ ബാങ്ക്രോഫ്റ്റിയും ഉച്ചരേറിയ മലായിയും. ഇത് ഫീമെയിൽ മൊസ്കിറ്റോസിൻ്റെ ബൈറ്റ് വഴിയാണ് ഈ ഒരു രോഗവും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത ഒരു ഡിസീസാണ് റിംഗ്വർം. റിംഗ്വർം ഉണ്ടാക്കുന്ന പാത്തോജൻ എന്ന് പറയുന്നത് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റം ആൻഡ് എപ്പിഡെർമോഫൈറ്റം തുടങ്ങി ജനറയിൽ ഉൾപ്പെടുന്ന ഫഞ്ചൈകളാണ് ഈ ഒരു റിംഗ്വർം എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് സ്കെയിലി ലീഷൻസ് ഓൺ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി. അത് എവിടെയൊക്കെയാണ്? സ്കിന്ന്, നെയില്, സ്കാൽപ്പ്. കൂടാതെ ഇച്ചിങ്ങും ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സിംറ്റമാണ്. ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ടവൽസ് യൂസ് ചെയ്യുമ്പോഴും, ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പോഴും, അതേപോലെ ആ വ്യക്തി ഉപയോഗിച്ച കോമ്പ് യൂസ് ചെയ്യുമ്പോഴും ഒക്കെയാണ് ഈ ഒരു രോഗം പകരുന്നത്. അതേപോലെ സോയിൽ വഴിയും ഈ ഒരു രോഗം പകരാറുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഡിസീസുകളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്ടീരിയൽ ഡിസീസ്, വൈറസ് ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ്, പിന്നെ നമ്മൾ ഹെൽമിൻതസ് വഴി പരത്തുന്ന ഡിസീസുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക കേട്ടോ.